രാജ്യം കടുത്ത കൂടിയാലോചനകളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ സമിതി യോഗത്തിൽ തന്നെ ഈ പാകിസ്ഥാനെതിരെ നയതന്ത്രമായ വലിയ തിരിച്ചടി നമ്മൾ നൽകിക്കഴിഞ്ഞു. അതിൽ പുറത്തു പറയാൻ കഴിയുന്നതും പറയാനാകാത്തതുമായ തീരുമാനങ്ങൾ മന്ത്രിസഭാ ഉപസമിതി എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ സർവകക്ഷി യോഗമുണ്ട്. കൂടുതൽ സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളും ഈ നയതന്ത്ര തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. സേതുലക്ഷ്മി, 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ളത് തന്നെ നയതന്ത്ര പ്രതിനിധികളെ പൂർണ്ണമായത് നയതന്ത്ര പ്രതിനിധികളിൽ ആർമി അറ്റാച്ച്, അതുപോലെ പോലീസ് അറ്റാച്ച്, ഇതുള്ള നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുക, നാമമാത്രമായ നയതന്ത്ര പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ അതിർത്തി പൂർണ്ണമായി അടയ്ക്കുക, പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ വളരെ പ്രത്യാഘാതത്തിൽ ഉടനടി ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ഈ 5 കാര്യങ്ങൾ പ്രധാനപ്പെട്ടെടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സേതുലക്ഷ്മി, ഇത് ഇന്നലെയും ഇന്നുമായിട്ട് കരസേനാ മേധാവി ശ്രീനഗറിലുണ്ട്. ശ്രീനഗറിലെ കോർ കമാൻഡർമാരുമായിട്ട് 5 കോർ കമാൻഡറുമായിട്ട് അദ്ദേഹം നേരിട്ട് തന്നെ സ്ഥിതികൾ വിലയിരുത്തുകയാണ്. അതുപോലെ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള 7 തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള മാപ്പിംഗ് വനമേഖലകൾ നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് പഹൽഗാമിലെ പ്രധാനപ്പെട്ട പഹൽഗാമിൻ്റെ തൊട്ട് താഴെയുള്ള ഇവിടെ നിന്നാണ് മലനിരകൾ തുടങ്ങുന്നത്. ഇവിടെ അടക്കം പോലീസിൻ്റെ മാപ്പിംഗ് നടക്കുകയാണ്. പോലീസിന് ഒറ്റതിരിഞ്ഞ് CRPF, അതുപോലെ ജമ്മു കാശ്മീർ, അതുപോലെ സൈന്യം, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഇത്രയും ഈ മലനിരകൾ നീണ്ടു നിൽക്കുന്ന മലനിരകളാണ്. അതായത് ഉറി സെക്ടർ വരെ നീണ്ടു നിൽക്കുന്ന മലനിരകളിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ദുഷ്കരമായ ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സുരക്ഷാ സൈനികർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി ഉപഗ്രഹ ചിത്രങ്ങൾ, ക്ലാരിറ്റിയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് നാസയോടക്കം വിദേശ സഹായം പോലും തേടുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഈ തീവ്രവാദികളെ, അരുംകൊല ചെയ്ത ഈ തീവ്രവാദികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി ഇന്നലെ ആഭ്യന്തരമന്ത്രി ഇവിടെ നിന്ന് ഡൽഹിക്ക് തിരിച്ചു. ആഭ്യന്തര സെക്രട്ടറി ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട്, അത് പഹൽഗാമിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇപ്പോൾ സുരക്ഷാ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഈ ഭീകരരെ കണ്ടുപിടിക്കുക എന്നാണ്. അതിനുള്ള തെരച്ചിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഉടനീളം നടക്കുന്നത് ശ്രീലക്ഷ്മി. അതേമാതിരി തന്നെ പഹൽഗാം തന്നെ ഇപ്പോൾ സാധാരണ നിലയിൽ എത്തിയിട്ടില്ല. നമുക്ക് കാണാം, ഇത് പ്രധാനപ്പെട്ട റിസോർട്ടുകളൊക്കെ തന്നെ ആൾക്കാർ എല്ലാം വെക്കേറ്റ് ചെയ്ത് ശൂന്യമായി കിടക്കുകയാണ്. വാഹന ഗതാഗതങ്ങൾ, അതായത് ഇവിടെ വന്നവർക്കറിയാം, മണിക്കൂറോളം ഗതാഗത സ്തംഭനമുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റുകൾ ഒഴിഞ്ഞുപോക്കോടുകൂടി ഒരു നിശ്ചലമായിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ 9 മണി കഴിഞ്ഞിട്ടും ഈ നഗരം ഉണർന്നിട്ടില്ല. അത് പോലീസിൻ്റെയും അതേപോലെ തന്നെ സുരക്ഷാ സേനകളുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത്, കർക്കശ പരിശീലന ഒരു വശത്ത്. ഇന്നാണ് ഇപ്പോൾ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്ന് ജമ്മു കാശ്മീർ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വളരെ വലിയ ഞെട്ടലിലാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ടൂറിസം. ഈ ടൂറിസത്തിന് ഇന്ത്യൻ ആഭ്യന്തര സഞ്ചാരികളാണ്. ആ ആഭ്യന്തര സഞ്ചാരികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയത് വളരെ വലിയ ഒരു ഞെട്ടലാണ് ഈ പ്രദേശത്തുള്ള സാധാ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സേതുലക്ഷ്മി.